സാധാരണ നെക്കിനൊക്കെ പൈപ്പിംഗ് ഇടുമ്പോൾ 2 ടൈപ്പ് പൈപ്പിംഗാണ് ഇടുന്നത്. ഒന്ന് കുറച്ച് വീതി കൂടിയിട്ടുള്ളതും ഒന്ന് വളരെ നേരിയ പൈപ്പിംഗ്. അത് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് നേരിയ പൈപ്പിംഗ് സാധാരണ ചെയ്യുന്നത്. നമുക്ക് ത്രെഡ് വെക്കാതെ തുണി ഉപയോഗിച്ചിട്ടും പൈപ്പിംഗ് ചെയ്തെടുക്കാം. അപ്പം റൗണ്ട് നെക്ക് അങ്ങനത്തെ വളഞ്ഞിട്ടൊക്കെ വരുന്നതിന് നമ്മൾ ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് വേണം ആ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തുണി എടുക്കേണ്ടത്. ക്രോസ് ആയിട്ട് മുറിച്ചെടുക്കണം. നീളത്തിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഇത് എടുക്കേണ്ട വീതി എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഞാനിപ്പോൾ അളവൊന്നും എടുക്കാതെ അങ്ങനെ 1 ഇഞ്ച് കറക്റ്റിലൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് മുറിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് വെക്കേണ്ടത് ഇതിൻ്റെ 2 കോണും 2 ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ ചേർത്ത് വെക്കുക. അടിയിലാണ് നല്ല വശം ഉള്ളത്. എന്നിട്ട് ഇതേപോലെ പിടിച്ചെടുക്കുക, രണ്ടും കൂട്ടി പിടിച്ചെടുക്കുക. അപ്പം നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം അളക്കാതെ മുറിച്ചെടുത്ത തുണിയായതുകൊണ്ട് ഇതിനെ മടക്കി അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് അരയിഞ്ച് ആക്കി എടുക്കുക. അതുകൊണ്ടാണ് അളക്കാതെ മുറിച്ചെടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ 1 ഇഞ്ചാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല. അതിൻ്റെ ഒരു സൈഡ് മടക്കി അടിക്കുക. സാധാരണ ഇതേപോലെ ഒരു സൈഡ് മടക്കി അടിച്ചിട്ട് നമുക്ക് വെക്കാം. അല്ലാതെ ഇതിനെ തന്നെ 2ആയി മടക്കി വെച്ചിട്ട് നമുക്ക് കഴുത്തിന് പൈപ്പിംഗ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു സൈഡ് മടക്കിയിട്ടാണ് ഒന്ന് കാണിച്ചു തരുന്നത്. മറ്റേത് വെക്കുന്ന സമയത്ത് നമുക്ക് 2 മടക്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കുക. ഇതിൻ്റെ ഒരു സൈഡ് മടക്കി അടിച്ച് മറ്റേ സൈഡും അടിക്കാതെ തയ്യൽ തുമ്പാന്നുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് 1/2 ഇഞ്ച് വെച്ച് ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് ഇതിന് 1/2 ഇഞ്ച് വീതിയിൽ ആക്കിയെടുക്കുക. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള 1/2 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത് വെക്കേണ്ട മടക്കി അടിക്കാതെ ഇതേപോലെ 2ആയി മടക്കി അടിച്ചിട്ട് നമുക്ക് വെക്കാം. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സൈഡ് മടക്കി അടിച്ചിട്ട് വെക്കുക എന്നുള്ളത്. പിന്നെ വെക്കേണ്ടത് ഇതേപോലെ രണ്ടും ഒരേപോലെ മടക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ മുറിച്ച് 1/2 ഇഞ്ച് വീതിയിലാക്കിയിട്ടും വെക്കാം. അപ്പോൾ ഇപ്പം ഞാൻ 2 വിധത്തിലുള്ള പൈപ്പിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് നേർത്തിട്ടുള്ള പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം വീതി കൂടിയ പൈപ്പിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് അടിക്കുന്നതിലും കുറേ മനസ്സിലാക്കാനുണ്ട്. ചിലവർ പൈപ്പിംഗ് ഇട്ട് കഴിഞ്ഞാൽ തീരെ നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അടിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ തുണിയിൽ വെക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ തുണീൻ്റെ നല്ല വശവും പൈപ്പിംഗ് വെക്കാനെടുത്ത തുണീൻ്റെ നല്ല വശങ്ങളും തമ്മിൽ ചേർത്തിട്ടാണ് വെക്കേണ്ടത്. അപ്പം ആ തയ്യൽ തുമ്പ് വരുന്ന ഭാഗമാണ് വെച്ചിട്ടുള്ള മടക്ക് വശം വരുന്ന ഭാഗമല്ല. മടക്ക് വശം വരുന്നത് സൈഡിന് വെച്ചിട്ട് ആ തയ്യൽ തുമ്പും ഒരുപോലെ വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനെ വരുന്ന ഈ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ നമ്മൾ ചെറുതായി ഒന്ന് കട്ടിട്ട് കൊടുക്കണം. ചെറുതായി കട്ടിട്ടിട്ട് സ്റ്റിച്ച് മുറിയാതെ എല്ലാം ചുറ്റും കട്ടിട്ടെടുക്കണം. ആ വളഞ്ഞു വരുന്ന ഭാഗത്തൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ കട്ടിടാതെ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പിംഗ് ആവും, പക്ഷേ കഴുത്തൊരു നീറ്റ് ഉണ്ടാവില്ല, അതിങ്ങനെ തെറിച്ച് നിൽക്കും. ഇനി പൈപ്പിംഗ് ആക്കുന്ന സമയത്ത് അടിയിൽ ആ തയ്യൽ തുമ്പ് നമ്മൾ മെറൂൺ തുണീൻ്റെ ഭാഗത്തേക്കാണ് ആക്കിയിട്ടുള്ളത്. അതിനുശേഷം മെറൂൺ തുണി ചെറുതായി കാണിച്ചിട്ട് നല്ല വശത്ത് ചെറുതായി കാണിച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിനടിക്കണം. ഓറഞ്ചിലും തട്ടരുത്, മെറൂണിലും തട്ടരുത്. ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ വേണം അടിച്ചെടുക്കാം. ഈ സെൻറ്ററിൽ കറക്റ്റായിട്ട് അടിച്ചാൽ മാത്രമേ പൈപ്പിങ്ങിൻ്റെ കാണാനൊരു നീറ്റ് ഉണ്ടാവും. നമ്മളെ സ്റ്റിച്ച് കാണില്ല. നമ്മളിപ്പം ചെയ്ത സ്റ്റിച്ച് കാണാൻ ചാൻസ് കുറവാണ് അതിൻ്റെ ഗ്യാപ്പിനാവുമ്പോൾ. അല്ലാതെ നമ്മൾ ഓറഞ്ചിലോ മെറൂണിലോ ആണെങ്കിൽ സ്റ്റിച്ച് കാണും, നേരത്തെ പൈപ്പിങ് നീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ എപ്പോഴും അടിക്കുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിന് വെച്ചടിക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിലധികമുള്ള പൈപ്പിംഗ് തുണി നമ്മൾ എടുത്ത ആ തുണീനെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാൻ അടിച്ചിട്ടുള്ളത് അതിൻ്റെ ഗ്യാപ്പിന് കറക്റ്റായിട്ടാണ് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും എവിടെയും കാണാൻ ചാൻസ് ഇല്ല. ഇതേപോലെ തന്നെ നമുക്ക് വീതി കൂടിയതും ചെയ്യേണ്ടത്. അത് മോശം വശത്തുനിന്ന് നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് വേണം. ഇനിയിപ്പോൾ എടുക്കുന്നത് വീതി കൂടിയ പൈപ്പിംഗ് ആണ്. അപ്പം നമ്മൾ ഒറിജിനൽ തുണീൻ്റെ മോശം വശത്ത് നമ്മൾ ആ പൈപ്പിംഗ് വെക്കാൻ ഉദ്ദേശിച്ച തുണീൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. നമ്മളിപ്പോൾ ഒരു സൈഡാണ് അടിച്ച് ഒരു കരയാണ് അടിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അടിക്കാത്ത ഭാഗം, ആ കര അടിക്കാത്ത ഭാഗം നല്ല വശം മോശം വശത്തോട് ചേർത്ത് വെച്ചിട്ട് കഴുത്തിന് ചേർത്തടിച്ചെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ആ ബാക്ക് വശത്തു നിന്ന് ആ മെറൂണിനെ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിനടിക്കുക. കരക്കല്ല അടിക്കേണ്ടത്. നമ്മളിപ്പോൾ മറച്ചിട്ട തുണീൻ്റെ ആ സൈഡിലാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ എപ്പോഴും പൈപ്പിംഗ് ഇടുന്നത് ഇവിടെ എപ്പോൾ അടിക്കാൻ പറഞ്ഞാലും അതിന് സംശയമാണ്.